ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 2043 കോടി രൂപ അനുവദിച്ച് ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം വൈകാതെ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ താലൂക്ക് തല അദാലത്ത് നടത്തുമെന്ന് മന്ത്രി കെ രാജൻ. കോഴിക്കോട് നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ സരോവരം ബയോപാർക്കിന്റെ നവീകരണത്തിന് 2.19 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി മന്ത്രി മുഹമ്മദ് റിയാസ്. ആശാവർക്കർമാർക്ക് അർഹമായ വേതനവും ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് ആശാപ്രവർത്തകർ പ്രതിഷേധ പരിപാടി നടത്തി. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. 2043 കോടി രൂപ അനുവദിച്ച ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം വൈകാതെ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫറൂഖിൽ PWD റെസ്റ്റ് ഹൌസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഫറൂഖ് PWD റെസ്റ്റ് ഹൌസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് കേരളത്തിന് കൈവരിക്കാനായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്കും യാത്രക്കാർക്കും നല്ല നിരക്കുള്ള ആതിഥേയത്വം നൽകുന്ന ഇടങ്ങളെന്ന നിലക്ക് നാടിൻ്റെ ഹോസ്പിറ്റാലിറ്റിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നവീകരിക്കുക എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. ഓരോ വർഷവും സംസ്ഥാനത്തെ റെസ്റ്റ് ഹൗസ് നവീകരണത്തിനായി പ്രത്യേക പദ്ധതികൾ അതിൻ്റെ ഭാഗമായി തയ്യാറാക്കുകയാണ്. ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഏവർക്കും മുറിയെടുക്കാൻ സാധിക്കുന്ന പീപ്പിൾസ് റെസ്റ്റ് ഹൌസുകൾ എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ PWD റെസ്റ്റ് ഹൌസുകളെ കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ മേയർ ബീന ഫിലിപ്പ്, MK രാഘവൻ MP, കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, VKC മുഹമ്മദ് കോയ, TK ഹംസ, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ PC രാജൻ, K കൃഷ്ണകുമാരി, മരാമത്ത് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ L ബീന തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ താലൂക്ക് തല അദാലത്ത് നടത്തുമെന്ന് മന്ത്രി കെ രാജൻ. കോഴിക്കോട് കോവൂരിൽ നടന്ന ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോവൂർ കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല പട്ടയമേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ 1,80,877 പട്ടയങ്ങൾ വിതരണം ചെയ്തതായും ഇത് സർവകാല റെക്കോർഡാണെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത ജനുവരി 1 ജന്മിത്തവുമായി ബന്ധപ്പെട്ട് ലാൻഡ് ട്രൈബ്യൂണലിലുള്ള എല്ലാ ഭൂമി കേസുകളും പരിഹരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലയിൽ കഴിഞ്ഞ ദിവസം 3,270 പട്ടയങ്ങൾ വിതരണം ചെയ്തതായും മന്ത്രി പറഞ്ഞു. ഈ സഭയിൽ നിയമം അവതരിപ്പിക്കണമെന്നാണ് കരുതിയിരുന്നത്. സഭയിൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഭ കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓർഡിനൻസ് ഇറക്കിയാണെങ്കിലും റിലിംഗ്വിഷ് ചെയ്യാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറിമാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്ന വിധത്തിലുള്ള നിയമ ഭേദഗതി വരും. 1900 കോളനികളിൽ അതിന്റെ ഗുണഫലങ്ങൾ പ്രിയപ്പെട്ട രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഉന്നതി എന്ന് വിളിക്കാവുന്നതും ഉന്നതി എന്ന് വിളിച്ചു തുടങ്ങിയതുമായ ഇടങ്ങൾ, ആ ഇടങ്ങളിൽ ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കാലത്ത് തനത് ഭൂമി വാങ്ങിയാലും ഒരു വീടിന്റെ മെയിൻ്റനൻസിന് പോലും പണം കൊടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അത് കൊടുക്കാനുള്ള നടപടി ഉണ്ടാകും. കൃഷി നടത്താൻ കഴിയുന്ന നെൽവയലുകൾ നികത്തപ്പെട്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എത്ര ഉന്നതരുടെ പങ്കുണ്ടെങ്കിലും അവിടുത്തെ മുഴുവൻ ഭൂമിയും പൂർവ്വസ്ഥിതിയിലാക്കാൻ
കളക്ടർമാർക്കുള്ള സെക്ഷൻ 13 പ്രകാരമുള്ള പ്രത്യേക അനുവാദം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടണം അവരോട് പറഞ്ഞു എന്ന് മാത്രമല്ല, അതിന് ചെലവ് വരുന്ന സംഖ്യ ഉപയോഗപ്പെടുത്താനായി റിവോൾവിംഗ് ഫണ്ട് എന്ന നിലയിൽ 2 കോടി രൂപ കേരളത്തിലെ 14 ജില്ലാ കളക്ടർമാർക്കും കൊടുത്ത് ആ വിധത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് മണ്ണ് ഏറ്റെടുക്കാനും, എന്നാൽ അങ്ങനെ ചെലവഴിച്ച പണം ആ ഭൂമിയുടെ ഉടമസ്ഥരാരാണോ അയാളുടെ കയ്യിൽ നിന്ന് റവന്യൂ റിക്കവറി പ്രകാരം തിരിച്ചെടുക്കാനും കേരളത്തിലെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കൂടി ഈ ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് പരിപാടിയിൽ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, KP കുഞ്ഞമ്മദ്കുട്ടി, PT റഹീം, ലിൻഡോ ജോസഫ്, കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കൗൺസിലർ EM സോമൻ, CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ സരോവരം ബയോ പാർക്കിന്റെ നവീകരണത്തിനായി 2.19 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സരോവരം ബയോ പാർക്കിന്റെ സമഗ്രമായ ഒരു നവീകരണമാണ് ടൂറിസം വകുപ്പ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തുടക്കം 2,19,00,000 രൂപയുടെ പദ്ധതിക്ക് ഇപ്പോൾ ഭരണാനുമതി നൽകുകയുണ്ടായി. അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒന്നൊരു ഓപ്പൺ എയർ തിയേറ്ററാണ്. അതുപോലെ തന്നെ ബയോ പാർക്കിനുള്ളിൽ നിലവിൽ കല്ലുപാകിയ നടപ്പാത, റെയിൻ ഷെൽട്ടറുകൾ, കുട്ടികളുടെ പാർക്ക്, ചുറ്റുമതിൽ, മരം കൊണ്ടുള്ള ചെറു പാലങ്ങൾ, സെക്യൂരിറ്റി ക്യാബിൻ, കവാടം എന്നിവ നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സരോവരം നവീകരണത്തിന്റെ ഭാഗമായി ഓപ്പൺ എയർ തിയേറ്റർ, ബയോ പാർക്കിനകത്തെ കല്ലുപാകിയ നടപ്പാത, റെയിൻ ഷെൽട്ടറുകൾ, കുട്ടികളുടെ പാർക്ക്, ചുറ്റുമതിൽ, മരം കൊണ്ടുള്ള ചെറുപാലങ്ങൾ, സെക്യൂരിറ്റി ക്യാബിൻ, കവാടം എന്നിവ നവീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. പാർക്കിൽ CCTV ക്യാമറ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തുരുമ്പെടുത്തതും പൊട്ടിയതുമായ ഇരിപ്പിടങ്ങൾ, കേടായ വിളക്കുകാലുകൾ എന്നിവ നന്നാക്കുകയും ആവശ്യമായ ഭാഗങ്ങളിൽ പുതിയ വിളക്കുകാലുകൾ സ്ഥാപിക്കുകയും ചെയ്യും. വിവിധ പരിപാടികൾക്കായി ആളുകൾ എത്തിച്ചേരുന്ന ഓപ്പൺ സ്റ്റേജും പരിസരവും, മഴ നനയാതെ ഇരിക്കാനുള്ള ചെറുതും വലുതുമായ റെയിൻ ഷെൽട്ടറുകളും, കഫറ്റീരിയയും, അമ്യൂണിറ്റി സെന്ററും, ടോയ്ലറ്റ് ബ്ലോക്കും നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആശാവർക്കർമാർക്ക് അർഹമായ വേതനവും ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് ആശാപ്രവർത്തകർ പ്രതിഷേധ പരിപാടി നടത്തി. DPM DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും നിരവധി ആശാവർക്കർമാർ പങ്കെടുത്തു. ശൈലി ആപ്പിന് ഉപകരണവും ഒരാൾക്ക് 20 രൂപ ഇൻസെന്റീവും 6 മാസ സമയവും അനുവദിക്കുക, ഉത്സവ ഭത്ത 5000 രൂപ അനുവദിക്കുക, ഓണററിയം 15,000 രൂപയാക്കുക, പെൻഷൻ പ്രായം 65 വയസ്സും പിരിയുമ്പോൾ 5 ലക്ഷം രൂപയും പിന്നീട് പെൻഷൻ 5000 രൂപയും അനുവദിക്കുക തുടങ്ങിയ നിരവധി സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ആശാവർക്കർമാരുടെ സമരം. അഖിലേന്ത്യാ പ്രസിഡന്റ് PP പ്രേമ ഉദ്ഘാടനം ചെയ്തു. സേവന മനസ്ഥിതിയുള്ളവരാണ് ആശാ വർക്കർമാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ കോവിഡ് കാലത്തും നിപ്പ കാലത്തുമൊക്കെ കേരളത്തിൽ ഈ വിഭാഗം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം തന്നെ വിലമതിച്ചതാണ്, അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്ന ആശാ വർക്കർമാർക്ക് ചെയ്യുന്ന പ്രവർത്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം നൽകണം എന്നുള്ളതാണ് ഞങ്ങൾ തുടക്കത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ തൊഴിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആശാ വർക്കർമാരെ കൊണ്ട് JPHNമാർ ചെയ്യുന്ന ജോലികൾ ഭൂരിഭാഗവും, JHIമാർ ചെയ്യുന്ന ജോലിയുടെ ഒരു ഭാഗം, അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യേണ്ട അവസ്ഥ തുടക്കത്തിൽ ഉണ്ടാവുകയാണ്. മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ആ ഗവൺമെന്റിന്റെ കാലത്ത് സമരമുരുക്കത്തേക്ക് CITU എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ രൂപീകരിക്കുന്നതും പ്രവർത്തന രംഗത്തേക്ക് വരുന്നതും. സംസ്ഥാന പ്രസിഡന്റ് ശ്രീജ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സുനിത C, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റസീന T, ജയശ്രീ P, ജില്ലാ ട്രഷറർ T സുനിത തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പോസ്റ്റൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവ 2024 ഭാഗമായി ശുചീകരണം നടത്തി. തപാൽ വകുപ്പിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് കളക്ടറേറ്റ് റോഡ് വൃത്തിയാക്കി. നിരവധി ജീവനക്കാർ ഉദ്യമത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് പോസ്റ്റൽ ഡിവിഷനും ഉത്തരമേഖല പോസ്റ്റൽ റീജിയണൽ ഓഫീസും കാലിക്കറ്റ് ഹെഡ് പോസ്റ്റ് ഓഫീസും സംയുക്തമായാണ് സ്വച്ഛതാ ഹി സേവ 2024 ഭാഗമായി ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് കളക്ടേഴ്സ് റോഡ് ശുചീകരിച്ചു. കോർപ്പറേഷൻ സ്വീപ്പിംഗ് തൊഴിലാളികളായ 6 പേരെ ആദരിച്ചു. വാർഡ് കൗൺസിലർ ഉഷാദേവി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളിതെല്ലാം തന്നെ ശുചീകരണം എന്ന് പറയും. നമ്മൾ വീടുകളിൽ മഹാത്മജി പറഞ്ഞമായി തന്നെ വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. കൊച്ചു കുട്ടികൾക്ക് തന്നെ സ്കൂളുകളൊക്കെ പറയും നമ്മളെ വീടുകളിൽ അവനവന്റെ മാലിന്യം അവനവന്റെ പറമ്പിൽ തന്നെ സംസ്കരിക്കുക, പുറത്തേക്ക് ഇടാതിരിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ കളക്ടേഴ്സ് റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ എത്രയോ വട്ടങ്ങളിൽ ഞങ്ങൾ ഇതിനെ ഒന്നായിട്ടൊരു മാസമായിട്ട് ഇവിടെ ക്ലീനിങ് നടത്തുകയും. സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസേഴ്സ് വി ശാരദ, അസിസ്റ്റന്റ് സൂപ്രണ്ട് കോഴിക്കോട് പോസ്റ്റൽ ഡിവിഷൻ രേഖ കെ, SPHA കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റീഫൻ RS, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് CV, സുജിത്ത് PP എന്നിവർ സംസാരിച്ചു. 70ഓളം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ സ്വച്ഛതാ ക്യാമ്പയിനിൽ പങ്കെടുത്തു. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസ് സീനിയർ പോസ്റ്റ് മാസ്റ്റർ ഗൗരി സംഗീത B പരിപാടിക്ക് നേതൃത്വം നൽകി. ഉത്തരമേഖല പോസ്റ്റൽ റീജിയണൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ മനോജൻ KP, ഡിവിഷണൽ സൂപ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ദിവ്യ MK തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുറ്റ്യാടി ടൗൺ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഇൻവെസ്റ്റിഗേഷൻ 7.5 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കുറ്റ്യാടി ബൈപ്പാസ് പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുറ്റ്യാടി ബൈപ്പാസ് പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ജാനകിക്കാട്, പെരുവണ്ണാമൊഴി, കക്കയം, വയലട ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള മുള്ളൻകുന്ന് ജാനകിക്കാട് നവീകരണത്തിനായി 2.5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. കുറ്റ്യാടി ചുരം ഉൾപ്പെടുന്ന മുട്ടുങ്ങൽ പക്രംതളം റോഡിൽ കിഫ്ബി മുഖാന്തരം സ്പിൽ ഹൈവേ പദ്ധതിക്കായി 45 കോടി രൂപ ഭരണാനുമതി നൽകിയതായും മന്ത്രി അറിയിച്ചു. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാവരും ഇതിനോട് സഹകരിച്ചു. ഇനി ഇത് സമയബന്ധിതമായി നടപ്പിലാക്കുക. സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് എല്ലാ മാസവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതിന്റെ റിവ്യൂ യോഗം നടക്കുമെന്നുള്ള വിവരവും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. MLAയുമായി ഞാൻ ഇതിനകം തന്നെ ഇത് സംസാരിച്ചു. എല്ലാ മാസവും നമുക്കിതിന്റെ പുരോഗതി വിലയിരുത്തി മുന്നോട്ട് പോകണം. ചടങ്ങിൽ KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ചന്ദ്രി, കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT നഫീസ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുരേന്ദ്രൻ, TK മോഹൻദാസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആർട്സ് ഫെസ്റ്റിവലിന് തുടക്കമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ P അനിൽ ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞിക്കൽ കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആർട്സ് ഫെസ്റ്റിവൽ കേളിക്കൊട്ട് 2024 തുടക്കമായി.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ പി അനിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഇന്ന് ഈ വിദ്യാലയത്തിന്റെ ആർട്സ് ഡേ ആണ്. ആ ആർട്സ് ഡേ നിങ്ങള് വർണ്ണാഭമാക്കുക. നിങ്ങളുടെ കഴിവുകള് നിങ്ങള് അവിടെ യാതൊരു തടസ്സമില്ലാതെ പ്രകടിപ്പിക്കുക. തെറ്റുകൾ ഉണ്ടാവാം, ഭയക്കരുത്. മനസ്സിലായോ? തെറ്റ് പറ്റിപ്പോയി, അയ്യോ എനിക്ക് കയറാൻ പറ്റൂല, അങ്ങനെയൊന്നും വേണ്ട. തെറ്റുകളൊക്കെ ഉണ്ടാവും. തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് ഇനിയും നല്ല നല്ല പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. വലിയ വലിയ കലോത്സവങ്ങളില് അതുപോലെ വലിയ വലിയ ഫെസ്റ്റുകളിലൊക്കെ നിങ്ങൾ വിജയിക്കണം. കാരന്നൂർ NSS കരയോഗം പ്രസിഡന്റ് എ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി M ശശിധരൻ, വനിതാ സമാജം പ്രസിഡന്റ് C ഗീത, ട്രഷറർ K പ്രേമചന്ദ്രൻ, പ്രധാന അധ്യാപിക ദീപ മനോജ് അമ്പലപ്പടി, ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രവീന്ദ്രൻ കർമ്മന, നിഷ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മെക് 7 ഹെൽത്ത് ക്ലബ്ബ് പന്നൂർ 100ാം ദിനം ആഘോഷിച്ചു. ആരോഗ്യ ബോധവൽക്കരണം, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഡയപ്പർ വിതരണം തുടങ്ങിയ പരിപാടികൾ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദത്ത് ഉദ്ഘാടനം ചെയ്തു. ശ്വാസമെടുത്ത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് മുട്ട് വളയ്ക്കാതെ. മെക് 7 ഹെൽത്ത് ക്ലബ്ബ് പന്നൂർ 100ാം ദിനം ആഘോഷിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീദത്ത് നിർവഹിച്ചു. പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇവിടെ തന്നെ നമ്മുടെ ലേഡീസിന്റെ ഭാഗത്ത് നിന്ന് 2-3 ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു. വളരെ സന്തോഷം. ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ രാവിലെ വെറും അരമണിക്കൂർ നമ്മൾ മാറ്റിവെച്ച നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ നല്ല മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഇതിന്റെ തെളിവാണ്. ആരോഗ്യ ബോധവൽക്കരണത്തിന് ഡോക്ടർ സാബിർ MC നേതൃത്വം നൽകി. ബാലുശ്ശേരി CI ദിനേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോർഡിനേറ്റർ ഷഫീഖ് എളേറ്റിൽ, വനിതാ കോർഡിനേറ്റർ റൈന സൈനുദ്ദീൻ എന്നിവരും സംസാരിച്ചു. യൂമി കെയറിനുള്ള ഡയപ്പർ യൂമി കെയർ മേഖലാ കോർഡിനേറ്റർ സനിഷ മടവൂർ ഏറ്റുവാങ്ങി. ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെക് 7 പ്രസിഡന്റ്, സെക്രട്ടറി, കോർഡിനേറ്റർ എന്നിവർ ചേർന്ന് പന്നൂർ LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് UP റഹ്മത്തിന് കൈമാറി. CP ബഷീർ, റഖീബ് പന്നൂർ, C റസാഖ്, അബൂബക്കർ PK, VP നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞാൻ ഹഗ് ചെയ്യും. അമ്മർക്ക് വളരെ സന്തോഷത്തോടുകൂടി ഹഗ് ചെയ്യും. 1 2 3 വിടാൻ പാടില്ലല്ലോ, വിടാൻ പാടില്ല. 21 വരെ ഞാൻ എണ്ണും. 4 5 6 7 8 9 10. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. മലയാള സാഹിത്യ കുലപതി P കേശവദേവിന്റെ 120ാം ജന്മവാർഷികാഘോഷം കോഴിക്കോട്ട് നടന്നു. P കേശവദേവ് സാഹിത്യ പുരസ്കാരം PP ശ്രീധരനുണ്ണി, ഒഞ്ചിയം ഉസ്മാൻ ഒരിയാനയ്ക്ക് സമ്മാനിച്ചു. മലയാള സാഹിത്യ കുലപതി P കേശവദേവിന്റെ 120ാം ജന്മവാർഷികാഘോഷവും അവാർഡ് സമർപ്പണവും നടത്തി. പ്രശസ്ത സാഹിത്യകാരൻ PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി അധ്യക്ഷത വഹിച്ചു. കേശവദേവ് പുരസ്കാരം PP ശ്രീധരനുണ്ണി, ഉസ്മാൻ ഒഞ്ചിയം ഒരിയാനയ്ക്ക് സമ്മാനിച്ചു. കേശവദേവുമായിട്ട് പിന്നെ ഒരു വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ മേഖലയെ സംബന്ധിച്ച ഒരു അഭിമുഖം റെക്കോർഡ് ചെയ്യാനുള്ള
അതിൽ ചോദ്യത്തോടെ സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. UK കുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പീപ്പിൾസ് റിവ്യൂ സ്പെഷ്യൽ സപ്ലിമെന്റ് പ്രകാശനം MK അബൂബക്കർ ഹാജി, K മുസ്തഫ മാനേജിംഗ് ഡയറക്ടർ മാക് ബിൽഡേഴ്സിന് നൽകി പ്രകാശനം ചെയ്തു. PT നിസാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. VP സദാനന്ദൻ, റൂബി, TP റഷീദ്, മുസ്തഫ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. അവാർഡ് ജേതാവ് ഉസ്മാൻ ഒഞ്ചിയം ഒരിയാന മറുമൊഴി നടത്തി. ഡോക്ടർ EK ഗോവിന്ദവർമ്മരാജ സ്വാഗതവും PK ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ പരിപാടികളോടെ വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ഓണം ആഘോഷിച്ചു. എഴുത്തുകാരി ഡോക്ടർ EP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ഓണം ആഘോഷിച്ചു. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിപാടി എഴുത്തുകാരി ഡോക്ടർ EP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ നാളെ എല്ലാവരുടെ മുമ്പിലും തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ വരെയുള്ള നമ്മളാരുമല്ല ഇന്ന് ഈ നിമിഷം തൊട്ട് അങ്ങോട്ട്. അസോസിയേഷൻ പ്രസിഡന്റ് ഉഷ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി ലക്ഷ്മി ശിവകുമാർ, ലക്ഷ്മി നന്ദകുമാർ, രാധാമണി മോഹനചന്ദ്രൻ, ശശികല തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. സിതാര സേതുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് തിരുവണ്ണൂർ ആസ്ഥാനമായി സാന്ത്വന സംഗീത രംഗത്ത് 36 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് സ്വാതി തിരുനാൾ കലാകേന്ദ്രം ട്രസ്റ്റ് മ്യൂസിക് തെറാപ്പി ഫൗണ്ടേഷൻ. സാന്ത്വന സംഗീത ചികിത്സയുടെ അനന്ത സാധ്യതകൾ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലും നടപ്പാക്കി ഹൈക്കോടതി ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങളും അനുമോദനങ്ങളും സ്ഥാപനം നേടിയെടുത്തു. കാലോചിതമായ പരിഷ്കാരങ്ങളും പാരമ്പര്യവും സമന്വയിപ്പിച്ച് പുതിയ പദ്ധതികൾ കൂടി ഈ നവരാത്രി കാലത്ത് തുടക്കം കുറിക്കുമെന്ന് സ്വാതി തിരുനാൾ കലാകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 3 മുതൽ 13 വരെ നീളുന്ന സാന്ത്വന സംഗീത മഹോത്സവം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹനുമാൻ സേന ഭാരത്തിന്റെ സംസ്ഥാന നേതൃയോഗം കോഴിക്കോട്ട് നടന്നു. ഹനുമാൻ സേന നേതാക്കൾക്കെതിരെ തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റ് ജിഹാദികളും അഴിമതിക്കാരായ പോലീസുകാരും ചേർന്ന് മുൻപും പല കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ടെന്നും എല്ലാം കോടതികൾ തള്ളിക്കളയുകയാണുണ്ടായതെന്നും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. സെക്രട്ടറി C വിനോദ് കൊല്ലം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ അധ്യക്ഷനായിരുന്നു. തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കോവൈ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് രവിരാജ്, വായുപുത്രൻ, മിഥുൻ ഉണ്ണികൃഷ്ണൻ, ചക്രപാണി, സതീശൻ വയനാട് തുടങ്ങിയവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2043 കോടി രൂപ അനുവദിച്ച് ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം വൈകാതെ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ താലൂക്ക് തല അദാലത്ത് നടത്തുമെന്ന് മന്ത്രി K രാജൻ. കോഴിക്കോട് നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ സരോവരം ബയോപാർക്കിന്റെ നവീകരണത്തിന് 2.19 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി മന്ത്രി മുഹമ്മദ് റിയാസ്. ആശാവർക്കർമാർക്ക് അർഹമായ വേതനവും ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് ആശാപ്രവർത്തകർ പ്രതിഷേധ പരിപാടി നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.